നടനും നാടൻപാട്ട് കലാകാരനുമായിട്ടുള്ള പ്രജീഷ് ഏഴോമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. പ്രജീഷ് ഏട്ടാ, നമസ്കാരം. നമസ്കാരം. അഭിനയിച്ചിട്ടുള്ള വെളുത്ത മധുരം സിനിമ ഉടൻ തന്നെ തിയേറ്ററിലേക്ക് എത്തുവാണ്. എങ്ങനെയാണ് സാറ് ഈ ഒരു സിനിമയിലേക്ക് വന്നുപെടുന്നത്? ഞാൻ വളരെ യാദൃശ്ചികമായിട്ടാണ് ഈ പടത്തിൽ വരുന്നത്. കാരണം വെച്ചാൽ ഇതിന്റെ സംവിധായകൻ ജിജു ഉറപ്പടി എൻ്റെ ഒരു സുഹൃത്താണ്. ഒരു ദിവസം ജിജു ഉറപ്പടി എന്നെ ഫോൺ ചെയ്ത് പറയുന്നു, ഞാനൊരു സിനിമ സംവിധാനം ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കൊരു വേഷമുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടി. കാരണം വെച്ചാൽ സിനിമയെക്കുറിച്ച് എന്താണ് എന്ന് പോലും അറിയാത്ത ആൾക്കാരാണ് നമ്മൾ കണ്ണൂർ ജില്ലക്കാർ, പൊതുവെ അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ തിരിച്ചൊന്നും ചോദിച്ചില്ല, ഞാൻ പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. പിന്നെ ഒരു ദിവസം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സിനിമയിലെ ഷൂട്ട് തുടങ്ങുന്നിട്ട് നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സിനിമയിലേക്ക് കടന്നു വരുന്നത്. സിനിമയെക്കുറിച്ച് ഒരു ധാരണയും ഇല്ല, ഒന്നും അറിയില്ല, പക്ഷെ സിനിമയിലേക്ക് വന്നു എന്നുള്ളതാണ്. നേരത്തെ അഭിനയം എന്തെങ്കിലും? നേരത്തെ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ജിജു ഉറപ്പടി തന്നെ ചെയ്ത നമ്മൾ ഒരു നാടകം ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ഒരു നാടകത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്തായിരിക്കും എന്നെ വിളിച്ചിട്ടുണ്ടാവുക, തോന്നിയിട്ടുണ്ടാവും. അങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിപ്പെടുന്നത്. അങ്ങനെയാണ് സിനിമയിലേക്ക്. സിനിമയില് പോലീസ് കഥാപാത്രം തന്നെയാണ്. പോലീസ് കഥാപാത്രം തന്നെയാണ് സിനിമയിൽ. ഇപ്പൊ ഏത് സ്റ്റേഷനിലാണ് സാർ? ഇപ്പം തളിപ്പറമ്പ് സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഇപ്പൊ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. 19 വർഷമായി പോലീസിന്റെ ഭാഗമായിട്ടുണ്ട്. അതെ അല്ലേ. സിനിമയില് പോലീസ് വേഷമാണെന്ന് പറഞ്ഞു. സിനിമയിൽ പോലീസ് വേഷം ത്രൂ ഔട്ട് ഉണ്ടോ? ത്രൂ ഔട്ട് അല്ല, കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് ഒരു ചെറിയ ഒരു വേഷമാണ് ഞാൻ ചെയ്തത്. ഒന്നാമത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളെ എങ്ങനെ എന്നുള്ളതല്ലേ, പക്ഷെ എനിക്ക് വളരെ കംഫർട്ടായിരുന്നു ഞാൻ ആ വേഷം ചെയ്തത്. അതെ അല്ലേ. കൂടെ അഭിനയിച്ചത് സുധീർ കർമ്മേനയുടെ കൂടെ ഒരു കോമ്പിനേഷൻ, അതേപോലെ ബിജു ഇരുണ്ടാവ് അറിയപ്പെടുന്ന. അപ്പൊ ഈ രണ്ടുപേരുടെയും കൂടെയുള്ള കോമ്പിനേഷൻ സീനായിരുന്നു. അപ്പൊ അത് ആദ്യമായിട്ടുള്ള ഒരു സിനിമാ നടനെ അടുത്ത് കാണുക എന്നുള്ളത് തന്നെ നമ്മൾ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതൊരു വലിയ ഭാഗ്യമായിട്ട് കാണാൻ പറ്റും. എങ്ങനെയുണ്ടായിരുന്നു അവരുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻ? നല്ല കോമ്പിനേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ അവരൊക്കെ ഇടപെടുമ്പോഴല്ല അവര് നമ്മളോട് പറഞ്ഞു തരും നമുക്ക് എങ്ങനെയാണ് അഭിനയിക്കേണ്ടത്. ഒരു കോമ്പിനേഷൻ പോലെ അവർ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഒരു ഭയം കുറവായിരുന്നു പടത്തില്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പുതുമുഖാണ് എന്നുള്ള വ്യത്യാസം അവര് ഉണ്ടായില്ല. അങ്ങനെ ആരും കാണിച്ചിട്ടില്ല. ആ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുടുംബം പോലെയായിരുന്നു. കാരണം എല്ലാ കാര്യങ്ങളും. അപ്പൊ ചില ദിവസങ്ങളിൽ തന്നെ രാവിലെ 6 മണിക്ക് ഷൂട്ട് തുടങ്ങിയ പിറ്റേ ദിവസം 9 മണി വരെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും അതുപോലെ തന്നെ എല്ലാം വലുത് ചെയ്ത് എന്നില്ലാതെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ സഹകരിച്ചുകൊണ്ട് തന്നെ സിനിമയിലുണ്ടായി. സിനിമയില് പോലീസായിട്ടാണെന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷനും അതിന്റെ അകത്തുള്ള പരിപാടികളും തന്നെയാണ്. പോലീസ് സ്റ്റേഷൻ അതിലില്ല, പക്ഷെ പോലീസുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ്. സ്റ്റേഷനായിട്ട് നമ്മൾ അങ്ങനെ അത് കാണിച്ചിട്ടില്ല. സ്റ്റേഷന് പുറത്തുള്ള കാര്യങ്ങളാണ്. ഒന്നാമത് ഇത് ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പടമാണല്ലോ, അപ്പൊ പുറത്തുള്ള കാര്യങ്ങളാണ് കൂടുതൽ അതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ സിനിമയിൽ എന്തെങ്കിലും ഓർത്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ചിത്രീകരണത്തിന്റെ ഇടയിൽ എന്തെങ്കിലും രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്ത് വെക്കുന്ന അനുഭവങ്ങൾ എന്തെങ്കിലും? രസകരമായി എന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടെ അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു സംഭവമാണെങ്കിൽ പറയാം. അതായത് ബിജു ഇരുണാവ് എന്ന് പറഞ്ഞാൽ നല്ല നടനാണ്. എന്റെ ജൂനിയറായിട്ട് കോളേജിൽ പഠിച്ച ഒരു വ്യക്തി, അപ്പൊ മുമ്പേ പരിചയമുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പൊ ഒരു വലിയൊരു ടർബൈനിൽ ഇങ്ങനെ ബിജു ഇരുണാവിനെ കെട്ടിയിട്ട് കറക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അതായത് ഈ സിനിമയുടെ കട്ട് ചെയ്തു പോകുന്ന പ്രശ്നമുണ്ടല്ലോ, അപ്പൊ ഇതിലേക്ക് സമുദായം 3, 4, 5 പ്രാവശ്യം കട്ട് ചെയ്തിട്ട് അത്രയും പ്രാവശ്യം ഇത് നമ്മൾ ചെയ്യണം. അപ്പൊ ഈ പുള്ളി അത് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ പുള്ളിക്ക് ശ്വാസം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അത് വളരെ ഭീകരമാണ്. ശരിക്കും പോലെ നമ്മളെ പോലത്തെ ചിലപ്പോൾ മരിച്ചു പോകുന്നൊരു കണ്ടീഷനുള്ള ഒരു കക്ഷിയായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് ഒരു ഭീകരത തോന്നിയിട്ടായിരുന്നു. വിജയനോട് നല്ല കഷ്ടപ്പെട്ടാണ് ആ ഒരു സീൻ ചെയ്തത്. അപ്പൊ അത് എടുക്കാൻ തന്നെ നമ്മൾ കുറച്ച് സമയം എടുത്തിരുന്നു. കട്ട് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പുള്ളിയുടെ ഇത് കുറഞ്ഞു വന്ന അവസ്ഥയുണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് പേടിച്ചാലും സംവിധാനം അടക്കം നന്നായിട്ട് പേടിച്ചാൽ അവസ്ഥയാണ്. പക്ഷെ നല്ല അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. സിനിമയിൽ സീനിയർ ആയിട്ടുള്ള കുറെ താരങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ശ്വേതാമേനോൻ ഉണ്ടായിരുന്നു. അവരായിട്ട് കോമ്പിനേഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ശ്വേതാമേനായിട്ട് കോമ്പിനേഷൻ ഉണ്ടായില്ല, പക്ഷെ ഷൂട്ടിംഗ് സമയത്ത് ഒക്കെ ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ കൂടുതലും ജിജു സുഹൃത്തായതുകൊണ്ട് തന്നെ മിക്കവാറും ദിവസങ്ങൾ ഷൂട്ടിംഗ് ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ ശ്വേതാമേനോൻ വരുന്ന ദിവസം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവരെ കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ. നമ്മൾ മുമ്പേ സിനിമയിൽ ദൂരെ നിന്ന് കണ്ട ഒരാളെ പെട്ടെന്ന് നോക്കിയാണോ. അപ്പൊ ഞാൻ അതിനെ വിചാരിച്ചു ഇവർക്ക് ഭയങ്കര ജാടിയൊക്കെ ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ പരിചയപ്പെട്ട് നോക്കുമ്പോൾ ഇത്രയും ഒരു അനിയനെ പോലെ ഇത്രയും സ്നേഹം നിറഞ്ഞിട്ടാണ് നമ്മളോടും ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ ഓടി വന്നുകൊണ്ട് നമ്മളോട് എല്ലാ കാര്യങ്ങളും നമ്മളോട് അങ്ങനെ സഹകരിച്ചു പോകുന്നൊരു ആളായിരുന്നു ചേച്ചി. അത്രയും നല്ലൊരു അനുഭവമായിരുന്നു. മൊത്തത്തിലെല്ലാം നല്ല അനുഭവത്തിലായിരുന്നു. ഇനി ഈ സിനിമാ മേഖലയിൽ തുടർന്ന് പോകാൻ എന്തെങ്കിലും പ്ലാൻ? സിനിമാ മേഖല എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വപ്നമാണ്. സിനിമാ മേഖല അതിന്റെ 1ാമത്തെ ഘട്ടം പൂർത്തിയാകാൻ പോവുകയാണ് ഈ സിനിമ. അപ്പം ഇനിയും ഇതുപോലെയുള്ള വേഷങ്ങൾ പിന്നെ ഇതുപോലെയുള്ള സംവിധാനമൊക്കെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു ഘടകം വരണ്ടേ. ഇതിൽ വന്ന് ചെറിയൊരു തിരിച്ചറിവ് ഉണ്ടാവും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. അപ്പൊ ഇനി അതുപോലെ ഉണ്ടാണെങ്കിൽ എല്ലാവർക്കും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ആവണം എന്നുള്ള ഒരു ആഗ്രഹം, അങ്ങനെ ഒരു അതിയായ ആഗ്രഹത്തിന്റെ അത് ഉണ്ടായില്ല. പക്ഷെ അത് ഉണ്ടാക്കി തന്നത് ജിജു ആണ്, ഒരു യാദൃശ്ചികമായിട്ട്. ഇനിയും ഈ മേഖലയിൽ തുടരാനുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ എന്നുള്ള രീതി കഴിഞ്ഞിട്ട് എന്നുള്ള രീതി ഇനി ജിജുവിന്റെ പടം തന്നെ വരണം തോന്നുന്നു എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചാല്
പിന്നെ ഒന്നാമത് പോലീസ് ആയതുകൊണ്ട് നമുക്ക് സമയം കിട്ടാറില്ല. കണ്ണൂരിൽ ഒരുപാട് ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. എന്നെ ചില ദിവസങ്ങൾക്ക് ചില ആൾക്കാർ വിളിച്ചിട്ടുണ്ട് ഇന്ന് വരണം എന്ന് വെച്ചാൽ അന്ന് ദിവസം പോകാൻ വേണ്ടി പറ്റില്ല. ചില ദിവസം ഞാൻ പോയിട്ടുണ്ട്, പോയ ദിവസം എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ജിജുവിന്റെ സിനിമയിലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ജിജു സുഹൃത്തായതുകൊണ്ട് ഇന്ന ദിവസം വരണം എന്ന് പറഞ്ഞ ആ ദിവസം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ ഈ സിനിമയോടൊപ്പം കൂടുതൽ സമയം എനിക്ക് നിൽക്കാൻ വേണ്ടി പറ്റിയിട്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുപോലുള്ള ആൾക്കാരുകൾ ഇനി സമീപിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഇതിനോടൊപ്പം പോകാൻ തന്നെയാണ് താല്പര്യം എന്നുള്ളതാണ്. ഏതായാലും നമ്മുടെ സിനിമ വെളുത്ത മധുരം ഉടൻ തന്നെ തിയേറ്ററിലേക്ക് എത്തുകയാണ്. സിനിമ വൻവിജയമായി മാറട്ടെ. അതിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? സിനിമ അടുത്ത് തന്നെ പിന്നെ തിയേറ്ററിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പൊ ഒന്നാമത് ഒരു ആകാംക്ഷയുണ്ട്. കാരണം വെച്ചാൽ ഞാൻ എന്തായിരിക്കും എന്നുള്ളത് കാണാനുള്ള ഒരു ആകാംക്ഷയും കൂടിയുണ്ട്. അപ്പോൾ എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണുക. നമ്മുടെയൊക്കെ അഭിനയം എങ്ങനെയാണെന്ന് തിരിച്ചറിയാനുള്ള, നമ്മളെ തിരിച്ചറിയാനുള്ള ഒരു വേദിയും കൂടി ആയിട്ട് മാറും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സിനിമ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ എത്തുകയാണ്. അപ്പോൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുമെന്നാണ് പറയാനുള്ളത്. ഇത്ര നേരം നമ്മോട് സംസാരിച്ചതിൽ വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു.